വെൽക്കം ടു ഫീനാസ് കിച്ചൺ. ഇനി ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊന്ന് കറി തയ്യാറാക്കി നോക്കണം കേട്ടോ. കാണുന്ന പോലെ തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചെമ്മീൻ കറിയാണ് ഇത്. കുറച്ച് തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടാണ് കറി തയ്യാറാക്കുന്നത്. ഈ ചെമ്മീൻ കറിയുടെ ഗ്രേവി മാത്രം മതി ചോറുണ്ണാൻ, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ നോക്കാം ഈ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. കറിക്ക് വേണ്ടി 3/4 കിലോ അളവിൽ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കുറച്ച് വലിയ ചെമ്മീനാണ്. നിങ്ങൾക്ക് ചെറിയ ചെമ്മീൻ കൊണ്ടും ഇതുപോലെ തന്നെ കറി തയ്യാറാക്കാവുന്നതാണ്. ഇത് നന്നാക്കി കഴിയുമ്പോൾ ഏകദേശം 1/2 കിലോ അളവിലുണ്ടാകും. ഇനി നമുക്ക് ഈ ചെമ്മീനെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. അതിനായി ഒരു പാത്രത്തിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ ചേർത്ത് കൊടുക്കണം. ഇനി പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ മാത്രം അല്പം വെള്ളവും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി കഴുകി വൃത്തിയാക്കിയ ചെമ്മീനെല്ലാം ഈ മസാല കൂട്ടിലോട്ടിട്ട് മീനിൽ മസാല പിടിക്കാനായി നന്നായി ഒന്ന് പുരട്ടി വെക്കാം. ഇനി നമുക്ക് ഈ ചെമ്മീനെല്ലാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഉപ്പും എരിവുമൊക്കെ ഈ ചെമ്മീനിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ. അതിനായി നമുക്കൊരു 10-15 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം. ഇനി മീനെല്ലാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ചെമ്മീനെല്ലാം ഇതുപോലെ ചേർത്ത് കൊടുത്ത് ചെമ്മീൻ വേവാൻ മാത്രം 3-4 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഈ സമയം സ്റ്റൗ മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയ്ക്ക് വെച്ച് കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി മീനെല്ലാം തിരിച്ചിട്ട് മറുവശവും ഇതുപോലെ തന്നെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ചെമ്മീനെല്ലാം ചെറുതായി ഒന്ന് ഷാലോ ഫ്രൈ ആയാൽ മാത്രം മതി. കറിയിൽ കിടന്ന് ഇതൊന്നും കൂടി വേവാനുള്ളതാണ്. ഇനി അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വെച്ച് നമുക്ക് മറുവശവും കൂടി ഇതുപോലെ വേവിച്ചെടുക്കണം. ഇപ്പോൾ ചെമ്മീനെല്ലാം ചെറുതായി ഷാലോ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. എണ്ണയിൽ നിന്ന് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കണം. ഇനി ഫ്രൈ ചെയ്ത മീൻ കൊണ്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കാൻ പോകുന്നത്. ഇതുപോലെ തന്നെ എല്ലാവരും കറി തയ്യാറാക്കി നോക്കണം, തീർച്ചയായും ഇഷ്ടപ്പെടും. ഇതുപോലെ കറി തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം. ഇനി ചേർക്കേണ്ടത് വലിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തതാണ്. കൂടെ തന്നെ 10-12ഓളം ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് സവാളയുടെയും ഉള്ളിയുടെയും പച്ചമണമൊക്കെ മാറി നന്നായി ഒന്ന് വഴണ്ട് വരട്ടെ. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ഒരു മീഡിയം തക്കാളി ചെറുതായി അരിഞ്ഞതാണ്. തക്കാളിയും കൂടി ഇട്ട് എല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി മീൻ പൊരിച്ച എണ്ണയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക്. ഇപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതിനായി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് എല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ പച്ചമുളകൊക്കെ മാറി നമ്മൾ ചേർത്ത പൊടിയെല്ലാം നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി മീൻ വേവാനായി മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി കറിക്ക് ആവശ്യമായ 1 ടീസ്പൂൺ ഉപ്പും പുളിക്ക് വേണ്ടി കഴുകി കുതിർത്തി വെച്ച 2 കഷ്ണം കുടംപുളിയും 2 പച്ചമുളക് നെടുവേ കീറിയതും കൂടി ഇട്ട് കറി ചെറുതായി ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ചട്ടി അടച്ചു വെച്ച് 5 മിനിറ്റ് നമുക്ക് ഈ കറി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് തിക്കായി പിഴിഞ്ഞെടുത്ത തേങ്ങയുടെ 1-ാം പാലാണ്. 2-ാം പാലൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ചേർക്കേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയാണ്. ഇനി എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം പാകത്തിനുണ്ടോ എന്ന്. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഈ കറിയിൽ ഉപ്പും പുളിയും എല്ലാം പാകത്തിനുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് പൊരിച്ചു വെച്ച ചെമ്മീൻ കൂടിയാണ്. മീനെല്ലാം ഓരോന്നായി കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് തിളച്ച് വരട്ടെ. അല്പനേരം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം.
ഇനി ചെമ്മീനെല്ലാം ഒന്നുകൂടി കറിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം കൂടി നമുക്കിതുപോലെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ നല്ല മണവും ടേസ്റ്റുമുള്ള സൂപ്പറായ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അത്യാവശ്യം തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള ഒരു കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പത്തിരി, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.